ചലച്ചിത്ര നിർമ്മാണത്തിലെ അവിഭാജ്യ ഘടകമാണ് കലാസംവിധാനം. സിനിമ പിറവി കൊണ്ട കാലം മുതൽ കലാസംവിധാനത്തിന് പ്രധാന സ്ഥാനം നൽകപ്പെട്ടിട്ടുണ്ട്. തെന്നിന്ത്യൻ സിനിമയിലെ തിരക്കേറിയ കലാസംവിധായകൻ മുത്തുരാജ് ഇന്ന് നമ്മളോടൊപ്പം ചേരും. മലയാളം, തമിഴ്, തെലുങ്ക്, ഹിന്ദി, ഇംഗ്ലീഷ് ഭാഷകളിലായി 42-ലധികം സിനിമകളുടെ കലാസംവിധാനം നിർവഹിച്ച ശ്രീ മുത്തുരാജ്, നിങ്ങൾ കണ്ടിട്ടുള്ള പല ബ്രഹ്മാണ്ഡ സിനിമകളുടെയും സെറ്റുകൾ അദ്ദേഹത്തിൻ്റെ സൃഷ്ടിയാണ്. അദ്ദേഹം ചെയ്തിട്ടില്ലാത്ത സിനിമകളിലും സെറ്റുകൾ പലപ്പോഴും ഒരു സ്പെഷ്യൽ സെറ്റ് ആവശ്യമുണ്ടെങ്കിൽ സംവിധായകർ സമീപിക്കുക ശ്രീ മുത്തുരാജിനെയാണ്. മലയാള, തമിഴ്, തെലുങ്ക് സിനിമാ രംഗത്തെ സംവിധായകരുടെ പ്രിയ ആർട്ട് ഡയറക്ടർ നമ്മളോടൊപ്പം ഉണ്ട്. അദ്ദേഹവുമായിട്ട് അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ നമുക്ക് ഷെയർ ചെയ്യാം. നമസ്കാരം മുത്തുരാജ്. അയ്യാർ മൂലം വന്നത് ഒരു ഗുരു. ഞാൻ ആദ്യം 90-ൽ സാബു സാറിൻ്റെ ആദ്യത്തെ ശിഷ്യനാണ്. സാബു സാറ് അമരം പടം ചെയ്യുമ്പോൾ സാബു സാറിൻ്റെ കൂടെ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. അങ്ങനെ സാബു സാറിൻ്റെ കൂടെ ഒരു 6 മാസം അമരം, അങ്കിൾ ബൺ ഇതൊക്കെ വർക്ക് ചെയ്തിട്ട് പിന്നെ എൻ്റെ ആദ്യത്തെ പടം, അതായത് പുള്ളി സ്പെഷ്യൽ എഫക്ട്സിന് വേണ്ടി ഒരു പടം ഏറ്റെടുത്ത് ഓ ഫാബി എന്നൊരു പടം, അതിൽ സ്പെഷ്യൽ എഫക്ട്സ് മാത്രം ചെയ്യുമായിരുന്നു. അപ്പോൾ അതിലെയും സാബു സാറിൻ്റെ അസിസ്റ്റൻ്റായിട്ട് അവിടെ സ്പെഷ്യൽ എഫക്ട്സ് ചെയ്യുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ആർട്ട് ഡയറക്ടറായി. ഏതായിരുന്നു ആദ്യത്തെ സിനിമ? ബട്ടർഫ്ലൈസ് എന്ന് പറഞ്ഞിട്ട് രാജീവ് അഞ്ചലിൻ്റെ. മലയാളത്തിലാണ് ഫസ്റ്റ് ഫിലിം. മേജർ സിനിമകൾ മലയാളത്തിൽ അതിനുശേഷം ഗുരു. പിന്നെ ആർട്ട്. ആ കാലത്ത് ആർട്ട് ഡയറക്ഷന് അത് ഓസ്കറിന് പരിഗണിക്കും എന്നൊക്കെ. ബട്ടർഫ്ലൈസിലാണ് എൻ്റെ കൂടെ സഹകരിക്കുന്നത് ആദ്യമായിട്ട്. അപ്പോൾ മുത്തുരാജിനെ കുറിച്ച് ഈ നവോദയയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് എനിക്ക് കിട്ടിയിരുന്നു. നവോദയയിൽ അവരുടെ സ്റ്റുഡിയോയും, ഒന്നാമത് നവോദയ കണ്ടെടുക്കുന്നവരെല്ലാം ഒരുവിധം ആ കാലഘട്ടത്തിൽ നല്ല സ്റ്റഫുള്ളവരെ എടുക്കുകയുള്ളത്. അപ്പോൾ നവോദയയിൽ നിന്ന് വന്ന ഒരു കൺസിഡറേഷൻ എനിക്കുണ്ടായിരുന്നു. പക്ഷേ വളരെ പെട്ടെന്ന് മുത്തുവിൻ്റെ എന്താ പറയുന്ന ഇംപ്രവൈസേഷൻ കപ്പാസിറ്റി ഞാൻ ശ്രദ്ധിച്ചു. നമ്മളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു 3 ഓപ്ഷൻ ഇങ്ങോട്ട് തരും. അത് ആ കാലഘട്ടത്തിൽ, ഇന്നിപ്പം പക്ഷേ അങ്ങനെയാണ്, പക്ഷേ അന്ന് അതില്ല. അന്ന് അങ്ങനെയൊന്നും ആരും അങ്ങനെ ഡെഡിക്കേറ്റ് ചെയ്ത് അങ്ങനെ വർക്ക് ചെയ്യാറൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗുരുവിലേക്ക് വന്നപ്പോൾ മുത്തുവിന് ഞാൻ തന്നെ കുറേയധികം ഹോംവർക്കുകൾ ചെയ്തിരുന്നു. കാരണം ലൊക്കേഷൻ്റെ എൻ്റെ മനസ്സിലുള്ള കഥയായതുകൊണ്ട് അത് നേരത്തെ കണ്ടിരുന്നു. എല്ലാം ഒക്കെ ഒന്ന് ഒരുക്കിയതിന് ശേഷമാണ് ഞാൻ മുത്തുവിനെ വിളിച്ചത്. മുത്തുരാജിനെ ശരി കൊണ്ടുവന്നത് രാജീവ് അഞ്ചലാണ്. രാജീവ് അഞ്ചലിൻ്റെ ഒരു സ്വാതന്ത്ര്യമാണ് മുത്തുരാജിനെ അത്ര ലെവലിലോട്ട് വർക്ക് ചെയ്യാൻ പറ്റും. മുത്തുരാജിനെ സംബന്ധിച്ചുള്ളത് വെച്ചാൽ ശരിക്കും അയാളുടെ പ്രൊഫഷനിലോട്ട് ഒരു പ്രൊഫഷണലെ ചിന്തിക്കുമ്പോൾ പിന്നെ ആ പ്രൊഫഷണലായിട്ട് എങ്ങനെ ആ ഫിലിമിനെ അയാളുടെ കോൺട്രിബ്യൂഷൻ എന്നുള്ളത് മാത്രം ചിന്തിച്ചാൽ മതി. ആ ചിന്തയിൽ യാതൊരു എന്താ പറയുക, ഒരു ലുപ്തത കാണിക്കാത്ത ഒരു ആർട്ട് ഡയറക്ടറാണ് ചിന്തിക്കുന്നതിനകത്ത്. അതാണ് മുത്തുരാജിൻ്റെ ആ ഫിലിമിൻ്റെ കോൺട്രിബ്യൂഷൻ ശരിക്കും. അപ്പം അവിടെ അങ്ങനെ വരുമ്പോൾ ചിലപ്പം നമ്മുടെ സിനിമയിലെ ബഡ്ജറ്റിങ്ങിനോ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ അതൊരു ബാധകമാകും. പക്ഷേ അയാളുടെ ലൈനിലൂടെ അയാൾ ചിന്തയ്ക്ക് ഒരിക്കലും നമ്മൾ പറയുന്നത് വെച്ചാൽ ചിന്തിക്കുക, വലുപ്പത്തിലൂടെ കൊണ്ടുവരിക, പറ്റുന്ന സാധനങ്ങൾ അഡോപ്റ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിനകത്ത് സിനിമയുടെ തന്നെ ശരിക്കും ഒരു വിഷ്വലായിട്ടുള്ളൊരു വളരെ ഒരു മേജിക്കലായിട്ടുള്ള ഒരു ചേഞ്ച് ഉണ്ടാക്കാൻ പറ്റും ശരിക്കും. അത് എവിടെയായിരുന്നു ആ മെയിൻ സെറ്റ്? അത് ആക്ച്വലി സേലത്തിൻ്റെ അടുത്ത് ഒരു ബേൺ സ്റ്റാൻഡേർഡ് ആൻഡ് കമ്പനി എന്ന് പറഞ്ഞിട്ട് ഒരു മാഗ്നസൈറ്റ് മൈൻ അത് മൈനിങ് ചെയ്തിട്ട് ഒരു 10-25 കൊല്ലമായി. അങ്ങനെ മൈനിങ് ചെയ്ത പോർഷൻസ് വന്നിട്ട് സ്റ്റെപ്പായിട്ട് അങ്ങനെ കിടപ്പുണ്ടായിരുന്നു. അത് ആര് കണ്ടുപിടിച്ച സ്ഥലം? അത് രാജീവേട്ടനും ഞാനും അങ്ങനെ ലൊക്കേഷൻ കാണാൻ വേണ്ടി ഇന്ത്യ ഫുള്ള് അങ്ങനെ കറങ്ങിയിട്ട് അവസാനം തമിഴ്നാട്ടിലെ സേലത്തിൽ തന്നെ ഉണ്ടായിരുന്നു. ഞങ്ങൾ സേലത്ത് ഒരു മാഗ്നസൈറ്റ് മൈനാണ് ഞങ്ങൾ അത് കൺവേർട്ട് ചെയ്തത്. അപ്പോൾ മുത്തുവിനോട് ഞാൻ പറഞ്ഞു, മുത്തു, നമ്മൾ ആ മേജർ ടെക്സ്ചർ എന്ന് പറയുന്നത് അതാണ് നമുക്ക് പ്രകൃതി തന്നിട്ടുണ്ട്. അപ്പോൾ അതിനോട് മെർജ് ചെയ്താണ് നമ്മൾ നിൽക്കേണ്ടത്. അതിൻ്റെ കോസ്റ്റ്യൂം ആണെങ്കിലും അല്ലെങ്കിൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഉള്ള കുറച്ച് ഈ മഞ്ഞുമലകളുടെ താഴ്വരയാണ് നമ്മൾ കൺസീവ് ചെയ്തത്. അപ്പോൾ വല്ലാത്ത ഒരു നിമിത്തമെന്ന പോലെ ഈ മാഗ്നസൈറ്റിൻ്റെ ലൈൻസൊക്കെ വൈറ്റാണ്. അത് കാലപ്പഴക്കം 50 വർഷത്തോളം
അബാൻഡൻ്റ് ആയിട്ട് കിടന്ന ഒരു മാഗ്നസൈറ്റ് മൈനിൽ കാടൊക്കെ വളർന്ന് വലിയ മരങ്ങളായ സ്ഥലത്താണ് ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്നത്. അപ്പം വാളൊക്കെ എന്ന് പറയുന്നത് അങ്ങ് വല്ലാതെ ബ്രൗണിഷ്, പക്ഷെ അതിനകത്ത് ഈ വൈറ്റ് ലൈൻസും ഉണ്ട് മാഗ്നസൈറ്റിൻ്റെ. പിന്നെ പടവുകളൊക്കെ വെട്ടി ഇറങ്ങിപ്പോയിട്ടുണ്ട്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ മുത്തുവിനോട് പറഞ്ഞു, മുത്തു നമുക്ക് ഇതിനകത്ത് ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരു സംസ്കാരത്തിൻ്റെ അംശം അവിടെ ഉണ്ടായിരുന്നതായിട്ട് നമുക്ക് പറയാൻ പറ്റും ഇല്ല. അപ്പോൾ ഒരു സംസ്കാരവും കൂടെ റൂയിൻഡായിട്ട് ഫീൽ ചെയ്യിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് റൂയിൻഡായിട്ടുള്ള സ്കൾപ്ചേഴ്സ് അവിടെ പ്രസൻറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും മുത്തും കൂടെ ഒരുമിച്ചാണ് ഹലേബിഡും ബേലൂർ എന്ന് പറയുന്ന സ്ഥലത്ത് പോയി അലഞ്ഞ്. യഥാർത്ഥത്തിൽ ഞങ്ങൾ ബേലൂർ ചെല്ലുന്ന സമയത്ത് മുത്തുവിന് പനിയായി, ഭയങ്കര പനിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എണീറ്റ് നടക്കാൻ വയ്യ. പക്ഷേ ആ പനി വെച്ചുകൊണ്ട് ഇയാൾ പോയി മുത്തു ഇറങ്ങി അവിടെ ഉള്ളൊരു ഗൈഡിനെയൊക്കെ കണ്ടുപിടിച്ച് കൊണ്ടുവന്ന് അവിടുന്ന് ഈ റബ്ബർ മോൾഡിൽ ഈ റൂയിൻസ് ഞങ്ങൾ അതിൻ്റെ മോൾഡ് എടുത്തുകൊണ്ട് വന്ന് ചെയ്യണം. വളരെ അത്ഭുതകരമായിട്ട് തോന്നിയിട്ടുള്ളത് ആ സെറ്റിൽ ചില പ്രത്യേക ഈ പറഞ്ഞ ഒരു വിൻഡോസ്, പിന്നെ ചില സ്പെഷ്യൽ എക്യുപ്മെൻറ്റ്സ്, മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ്, അതൊക്കെ എങ്ങനെയാണ്, എന്തായിരുന്നു, എന്തിനെ ബേസ് ചെയ്തിട്ടായിരുന്നു ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ ഉണ്ടാക്കിയത്? അതായത് ബേസിക്കലി സബ്ജക്റ്റ് വന്നിട്ട് കണ്ണ് കാണാത്ത ആൾക്കാരാണ് അവിടെ ജീവിക്കുന്നത്. ഈ കണ്ണ് കാണാത്ത ആൾക്കാർ അത് പണ്ട് മുതൽ അങ്ങനെയല്ല. ആദ്യം കണ്ണ് കണ്ട ആൾക്കാരുണ്ട്, എന്നാൽ അവർ ശില്പം ഇതൊക്കെ ഭയങ്കര കലാകാരായി ഉണ്ടായിരുന്നു. അപ്പോൾ ആ കണ്ണ് കാണാത്തത് കൊണ്ട് ഈ സ്കൾപ്ചേഴ്സ് കാര്യങ്ങളൊക്കെ ഇവർ എങ്ങനെ യൂസ് ചെയ്യാൻ അറിയാത്ത അത് മിസ്യൂസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് നല്ല കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തിട്ട് അടിച്ച് പൊളിച്ച് മാർപ്പ് ചെയ്തുണ്ടാക്കിയത് ആ ഇൻസ്ട്രുമെൻറ്റ്സൊക്കെ. ഒരു സിംഹത്തിൻ്റെ തല ഇപ്പുറത്തുണ്ടാവും, ഇപ്പുറത്ത് വേറെ ഒരു മയിലിൻ്റെ വാളുണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെ മിക്സ് ചെയ്ത് ഇൻസ്ട്രുമെൻറ്റ്സൊക്കെ ഉണ്ടാക്കി അതെല്ലാം അത് ഒരു പ്രൊപ്പോർഷൻ ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ബേസിക് വെച്ചിട്ട് അതിലൊരു ചെറിയ അത് ഒരു കണ്ട ഒരു ഇൻസ്ട്രുമെൻ്റ് പോലെ തോന്നണമല്ലോ, അല്ലെങ്കിൽ ഓഡിയൻസിന് ഇപ്പോൾ പിടികിട്ടില്ല. അപ്പോൾ അങ്ങനെ കാണുമ്പോൾ ഒരു വീണ പോലെ ഉണ്ടാവണം, പക്ഷേ അത് വീണ വേറെ സാധനങ്ങൾ വെച്ചിട്ട് പിടിപ്പിച്ചിട്ടുണ്ടാവണം. അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തിട്ട് ആദ്യം ഇൻസ്ട്രുമെൻറ്റ്സൊക്കെ ഉണ്ടാക്കി അതിന് ഒരു സ്കെച്ചൊക്കെ ചെയ്യാതെ കുറേ സാധനങ്ങൾ എടുത്തിട്ട് അങ്ങനെ ജങ്ക് ആർട്ട് പോലെ അങ്ങനെയാണ് ഇതെടുത്ത് പിടിപ്പിക്കാം, ഇതെടുത്ത് എക്സ്ട്രാ ആഡ് ചെയ്യാം, ഇങ്ങനെയൊക്കെ വെച്ചിട്ടാണ് ചെയ്തത്. അച്ഛന് ഇഷ്ടമല്ല ഇദ്ദേഹത്തിന് ഈ ആർട്ട് ഡയറക്ടറായിട്ടൊക്കെ ഇങ്ങനെ പോകുന്നതിനോട്, എന്തോ ഭാവി സുരക്ഷിതമല്ല എന്ന ആ കാലത്ത് ബട്ടർഫ്ലൈസ് ചെയ്യുന്ന സമയത്ത് എന്നോടൊന്ന് പറയുമായിരുന്നു. ഗുരുവിൻ്റെ സെറ്റ് ഒരുക്കി, എന്നുവെച്ചാൽ അത് ഏക്കറുകളോളം നിരന്ന് കിടക്കുന്ന സെറ്റാണ്. അപ്പം ഞാൻ മുത്തുവിനോട് പറഞ്ഞു, നീ ഇപ്പോൾ അച്ഛനെ വിളിച്ചുകൊണ്ട് വാ. അപ്പം മുത്തുവിന് വലിയ സന്തോഷമായി. അപ്പം അച്ഛനെ സെറ്റ് കാണിക്കാനായിട്ട് കൊണ്ടുവന്ന് ഞാൻ അതിന് സാക്ഷിയാണ്. അപ്പോൾ ഈ സെറ്റെല്ലാം മോനാണ് ചെയ്തിരിക്കുന്നതെന്ന് കണ്ടപ്പോഴാണ് അച്ഛൻ്റെ കണ്ണൊക്കെ നിറഞ്ഞ്, ഇത്ര വലിയൊരു അംഗീകാരമുള്ള രംഗമാണോ ഈ കലാസംവിധായകൻ്റെ റോള് എന്ന് അദ്ദേഹം തിരിച്ചറിയുകയും അതിന് ഞാൻ സാക്ഷിയാണ്.